ഇന്ന് ഞാൻ ദ ടെമ്പസ്റ്റ് എന്ന നാടകത്തിലെ ഒരു എസ്സേ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഒന്നോ രണ്ടോ എസ്സേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു എസ്സേ ആണിത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇങ്ങനെ ഇതെടുക്കാം: ക്യാരക്ടർ ഓഫ് പ്രോസ്പെറോ. പ്രോസ്പെറോയുടെ ക്യാരക്ടർ എഴുതാൻ പറഞ്ഞാൽ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്സേ നിങ്ങൾക്ക് എഴുതാം. വേറൊരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും: തീം ഓഫ് ദ പ്ലേ ദ ടെമ്പസ്റ്റ്. തീം എന്ന് ചോദിച്ചാലും ഞാൻ പറയാൻ പോകുന്ന എസ്സേ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ്. സ്വാഭാവികമായിട്ട് ടെമ്പസ്റ്റുമായി ചോദിക്കാവുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഈ എസ്സേ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എസ്സേ ആരംഭിക്കുന്നത് ഇൻട്രഡക്ഷനോടെയാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഇൻട്രഡക്ഷൻ ഉണ്ട്. ഷേക്സ്പിയറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിനെ വെസ്റ്റേൺ വേൾഡ് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടക രചയിതാവ് എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻട്രഡക്ടറി പാരഗ്രാഫിലാണ്. രണ്ടാമത് പറയുന്നത്, ഈ ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകം ഷേക്സ്പിയറിൻ്റെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ആ ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രമാറ്റിക് റൊമാൻസസ് ആണ്. അത് ഹിസ്റ്ററി പ്ലേസ് എഴുതിയിട്ടുണ്ട്, അതായത് ട്രാജഡീസ് എഴുതിയിട്ടുണ്ട്, കോമഡീസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് റൊമാൻസസ് എന്ന് പറയുന്നത്. ആ ഡ്രമാറ്റിക് റൊമാൻസ് രൂപത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാടകമാണ് ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാടകത്തിൽ എന്തായാലും ഓരോ നാടകത്തിനും പ്രത്യേകിച്ച് തീം ഉണ്ടാകണമല്ലോ. ഈ നാടകത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഫോർഗീവ്നെസ്സും ഫ്രീഡവുമാണ്. തന്നോട് എന്തുമാത്രം പ്രതികാര ബുദ്ധിയോടെ ആളുകൾ പ്രവർത്തിച്ചാലും അവരോടൊക്കെ ക്ഷമിക്കുവാനും അങ്ങനെയുള്ളവരെയൊക്കെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുവാൻ, പൂർണ്ണ മുക്തി കൊടുക്കുവാനുള്ള മഹാമനസ്സുള്ള ഒരു നായക കഥാപാത്രത്തെയാണ് ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിൽ പ്രോസ്പെറോയുടെ രൂപത്തിൽ ഷേക്സ്പിയർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇൻട്രഡക്ഷനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഓഥറിനെ കുറിച്ച്, ഡ്രമാറ്റിസ്റ്റിനെ കുറിച്ച് ഒരു വാക്ക്. വെസ്റ്റേൺ വേൾഡ് എന്ന് മാത്രമല്ല, ലോകം അറിയപ്പെടുന്ന എലിസബീതൻ ഡ്രമാറ്റിസ്റ്റാണ് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ടെമ്പസ്റ്റിനെ കുറിച്ചാണ്. ടെമ്പസ്റ്റ് എന്ന നാടകം അദ്ദേഹത്തിൻ്റെ ആ ശ്രേണിയിൽ ഏറ്റവും അവസാനത്തതും ഡ്രമാറ്റിക് റൊമാൻസ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിൽപ്പെടുന്ന ഒരു നാടകവുമാണ്. ഇതിലെ തീമെന്ന് പറയുന്നത് ഫോർഗീവ്നെസ്സും ഫ്രീഡവുമാണ്. അപ്പോൾ ഈ നാടകത്തിലെ കഥാതന്തു എന്ന് പറയുന്നത് ഫോർഗീവ്നെസ്സും ഫ്രീഡവുമാണ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രഡക്ഷൻ തീരുകയാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ നായകനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രോസ്പെറോയാണ് ഈ നാടകത്തിലെ നായകൻ. അദ്ദേഹമാണ് ഈ നാടകത്തിനെ നയിക്കുന്നത്. അദ്ദേഹമാണ് അതിലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഹിസ് പേഴ്സണാലിറ്റി ഡോമിനേറ്റ്സ് ദ ഹോൾ പ്ലേ ആൻഡ് ഓൾ അതർ ക്യാരക്ടേഴ്സ്. നാടകമുടനീളം അദ്ദേഹമാണ് ഈ നാടകത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നത്. അതിങ്ങനെയുള്ള കഥാപാത്രത്തിനെ ആയിരിക്കുമല്ലോ നമ്മൾ നായകനായിട്ട് സങ്കല്പിക്കുന്നത്. അദ്ദേഹം അതായത് മിലാനിലെ ഡ്യൂക്കാണ്. മിലാൻ എന്ന് പറയുന്നൊരു പ്രവിശ്യയിലെ പ്രഭുവാണ് നമ്മുടെ പ്രോസ്പെറോ. അദ്ദേഹത്തിന് വളരെ ചെറുപ്രായം മുതൽക്ക് തന്നെ ഈ ബ്ലാക്ക് മാജിക്കിനോടും ഒക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. ഒരുപാട് പുസ്തകങ്ങൾ, വളരെയേറെ സമയം മുഷിഞ്ഞിരുന്ന് പുസ്തക വായനയുമായിട്ടൊക്കെ കഴിയാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനുമാണ് പ്രോസ്പെറോ എന്ന് പറയുന്ന ഡ്യൂക്ക്. അദ്ദേഹത്തിന് ഈ മാന്ത്രിക വിദ്യയിലൂടെ തന്നെ, മാജിക്കിലൂടെ തന്നെ പല ശക്തികളും അതിനോടൊപ്പം നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നാടകം ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാലുണ്ടല്ലോ, വളരെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം തൻ്റെ മകളോട് വിവരിക്കുന്ന രീതിയിലാണ് ഈ നാടകം പുരോഗമിക്കുന്നത്. അപ്പോൾ മകൾ, അതായത് ഇദ്ദേഹത്തിനെയും, അതായത് പ്രോസ്പെറോയുടെ 3 വയസ്സുള്ള മകൾ, അവളുടെ പേര് മിരാൻഡയാണ്.
മിരാൻഡയെയും സഹോദരനായ അന്റോണിയോ നാടുകടത്തുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? അന്റോണിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുസ്തകപ്രേമിയായ, മാജിക്കിലൊക്കെ താല്പര്യമുള്ള ഈ മിലാനിലെ ഡ്യൂക്ക് തൻ്റെ സഹോദരനെ ഈ ഭരണകാര്യങ്ങൾ ഒന്ന് സഹായിക്കുവാൻ അന്റോണിയോ എന്ന സഹോദരനെ ഏൽപ്പിച്ചിരുന്നു. ഈ സഹോദരൻ എന്ത് ചെയ്തു? അതായത് പ്രോസ്പെറോയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് മിലാൻ്റെ യഥാർത്ഥ ഡ്യൂക്കാകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അംബീഷ്യസായ നേച്ചറുള്ള ഒരാളായിരുന്നു ഈ അന്റോണിക്ക് മാത്രമായിട്ട് കഴിയില്ല ഈ പ്രോസ്പെറോ എന്ന് പറയുന്ന ഡ്യൂക്കിനെ പുറത്താക്കി ഡിപ്പോസ് ചെയ്ത് അധികാരത്തിൽ വരാൻ. അദ്ദേഹം അതുകൊണ്ട് അന്റോണി എന്ത് ചെയ്തു? അയൽ രാജ്യത്തെ അലൻസോ എന്ന് പറയുന്ന അയൽ രാജ്യത്തിലെ ഭരണാധികാരിയുമായിട്ട് ചങ്ങാത്തത്തിലേർപ്പെടുകയും അലൻസോയുമായി ചേർന്നാണ് ഇവിടുത്തെ പ്രോസ്പെറോയെ നാടുകടത്തുന്നത്. എങ്ങനെയാണ് നാടുകടത്തിയത്? ഒരു ദിവസം രാത്രി ഒരു ലീക്കിയായ ബോട്ടിൽ, ലീക്കിയായ എന്ന് പറയാറുണ്ടല്ലോ, അതായത് ഈ ഹോളുള്ള ഒരു ബോട്ടിൽ പ്രോസ്പെറോയെയും പ്രോസ്പെറോയുടെ 3 വയസ്സുള്ള മകളെയും കൂടെ കയറ്റി കടലിലേക്ക് അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇവരുദ്ദേശിച്ചെന്താ? അന്റോണിയോ എന്ന് പറയുന്ന സഹോദരൻ ഉദ്ദേശിച്ചെന്താണ്? യാത്രാമധ്യേ ഈ ബോട്ട് മുങ്ങി 2 പേരും മരിച്ചുകൊള്ളും. എന്തുകൊണ്ട് നേരിട്ട് കൊന്നില്ല എന്ന് ചോദിച്ചാണ്ടല്ലോ, പ്രോസ്പെറോ എന്ന് പറയുന്ന ഭരണാധികാരിയോട് മിലാനിലെ ജനങ്ങൾക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ സഹോദരനാണ് ഇങ്ങനൊരു കൊലപാതകം ചെയ്തു എന്ന് ഒരു നാട്ടുകാരറിഞ്ഞാൽ ആ രാജ്യത്ത് വളരെയധികം വിപ്ലവം ഉണ്ടാകും, വലിയ ദുരന്ത പൂർണ്ണമായ സംഭവവികാസങ്ങൾ ഉണ്ടാകും. അത് പേടിച്ചിട്ടാണ് ഇവനത് ചെയ്യാത്തത്. സ്വാഭാവിക മരണമെന്ന് പറഞ്ഞു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ 2 പേരും ഇങ്ങനെ കയറ്റിവിട്ടത്. അതേ സമയത്ത് ഇത് ഏൽപ്പിച്ചിരുന്നത് ഗൊൺസാലോ എന്ന് പറയുന്ന ഒരു പരിചാരകനെയാണ്. നമ്മൾ ബെയിലിഫ്, കാര്യസ്ഥനെ പോലെയുള്ള ഒരു കഥാപാത്രമാണ് ഗൊൺസാലോ. ഗൊൺസാലോയ്ക്ക് പ്രോസ്പെറോയോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് പ്രോസ്പെറോയ്ക്ക് വേണ്ടി ഗൊൺസാലോ ഒരു കാര്യം ചെയ്തു. ഈ പ്രോസ്പെറോയുടെ മാജിക് പുസ്തകങ്ങളുണ്ടല്ലോ, ഈ മാജിക്കുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും കുറച്ച് വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് ഈ ബോട്ടിൽ വച്ചു കൊടുത്തു. അങ്ങനെ അവർ വർഷങ്ങൾക്ക് മുന്നേ ഇവിടം വിട്ടു പോയതാ. ഇവിടെ അന്റോണിയുടെ കൂട്ടുകാരനും അയൽരാജ്യക്കാരും ഒക്കെ വിചാരിച്ചെന്താണ്? അതായത് പ്രോസ്പെറോയും മകളും മരിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ പ്രോസ്പെറോ അന്റോണിയോയും അലൻസോയും ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു വിജനമായ ഐലൻഡിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ കഥ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞുതരാം. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മുടെ നായകനായ പ്രോസ്പെറോയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹമാണ് നാടകത്തിലെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഒരു വളരെ നോബിളായ, നല്ല ശുദ്ധ മനസ്സുള്ള ഒരു മജീഷ്യനാണ്. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം പുസ്തക വായനയിലായിരുന്നു. അതുകൊണ്ട് ഭരണകാര്യങ്ങൾ തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ഫിലോസഫി ആൻഡ് മാജിക്കിലും ഫിലോസഫിയിലുമായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കരമായ താല്പര്യം. അതുകൊണ്ട് എന്ത് ചെയ്തു? സോ ഹി എന്ന് പറയുന്ന അവിടെ പ്രോസ്പെറോയാണ്. എൻട്രസ്റ്റഡ് ദ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് അന്റോണിയോ. രാജ്യത്തിൻ്റെ ഭരണം അന്റോണിയോ എന്ന് പറയുന്നത് എൻ്റെ സഹോദരനെ ഏൽപ്പിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അലൻസോ. ഞാൻ പറഞ്ഞല്ലോ, അലൻസോ എന്ന് പറയുന്നത് അയൽ രാജ്യത്തിലെ ഭരണാധികാരിയാണ്. അയൽ രാജ്യത്തിലെ ഭരണാധികാരിയായ അലൻസോയുടെ സഹായത്തോടെ അന്റോണിയോ മിലാനിലെ ഭരണം കൈവശപ്പെടുത്തുകയും പ്രോസ്പെറോയെ ഡീപ്പോസ് ചെയ്ത് അവിടുന്ന് നാടുകടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രോസ്പെറോ ആൻഡ് ഹിസ് 3-year-old ഡോട്ടർ, അവളുടെ പേര് മിരാൻഡയാണ്. അപ്പോൾ ഇവിടെ നാടുകടത്തുന്ന സമയത്ത് മിരാൻഡയുടെ പ്രായം വെറും 3 വയസ്സുള്ള മിരാൻഡയെ അബാൻഡൻ ചെയ്തു, ഉപേക്ഷിച്ചു. എങ്ങനെയാണ്? അറ്റ് സീ, കടലിലേക്ക് തള്ളിവിട്ടു എന്നാണ് പറയുന്നത്. ഓൺ എ ഡീക്കെയ്ഡ് ബോട്ടിനെയാണ് ഞാൻ ലീക്കി ബോട്ട് എന്നൊക്കെ പറഞ്ഞു. ലീക്ക് നിറഞ്ഞ, കുറച്ച് യാത്ര ചെയ്യുമ്പോൾ വെള്ളം കയറും, അങ്ങനെയുള്ള ബോട്ട് കയറ്റിയാണ് വിടുന്നത്. എന്തായാലും ഈ ഭാഗ്യവാനായ പ്രോസ്പെറോയും ഭാഗ്യവതിയായ മിറാൻഡയും വളരെ സേഫായിട്ട് വളരെ അകലെയുള്ള വളരെ വിചിത്രമായ ഒരു ഐലൻഡിൽ എത്തിച്ചേരുകയും അവിടെ അവർ വർഷങ്ങളായിട്ട് ജീവിച്ചു വരികയും ചെയ്യുകയാണ്. തേർഡ് പാരഗ്രാഫിലേക്ക് പോവാണ്.
പ്രോസ്പെറോ യൂസസ് ഹിസ് മാജിക്കൽ പവേഴ്സ് ടു ബ്രിങ് ഹിസ് ഫോർമർ എനിമീസ് ബിഫോർ ഹിം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസ്പെറോയും മിരാൻഡയും ഒരു വിചിത്രമായ ഐലൻഡിൽ താമസിക്കുകയാണ്. അവിടെ ചെന്നപ്പം തന്നെ അവിടെ ഒരുപാട് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒരു ഏരിയൽ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ്, ഒരു എന്താ പറയുക, നമ്മളെ ഒരു കുട്ടി ചെലുത്താൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സഹായിയെ കിട്ടുന്നു. അവനെ അടിമത്തത്തിൽ നിന്ന് സഹായിച്ചതുകൊണ്ടാണ് ഏരിയൽ പ്രോസ്പെറോയുടെ സെർവൻ്റായി മാറുകയാണ്. വളരെ സ്നേഹത്തോടെയാണ് പ്രോസ്പെറോ സെർവൻ്റായ ഏരിയലിനെ കാണുന്നത്. അതുപോലെ തന്നെ ഏരിയൽ വളരെ വലിയ ഉപകാരങ്ങളൊക്കെ പ്രോസ്പെറോയ്ക്ക് ചെയ്തു കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അലൻസോയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അലൻസോയും അന്റോണിയോയും അങ്ങനെ കുറേ ആളുകൾ, ഗൊൺസാലോ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിവാഹം കഴിഞ്ഞ് ഇതുവഴി ഈ സ്ട്രേഞ്ച് ഐലൻഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്താണ് പ്രോസ്പെറോ ഈ കപ്പൽ കാണുകയും, പ്രോസ്പെറോയ്ക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടുന്നൊരു സന്ദർഭമല്ലേ, അതുകൊണ്ട് ഈ കപ്പലിനെ തൻ്റെ മാജിക് പവർ കൊണ്ടും, അതായത് ഏരിയലിൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് വലിയ കൊടുങ്കാറ്റ് കടലുണ്ടാക്കി ഈ കപ്പൽ മറിയുന്നതായിട്ട്, യഥാർത്ഥത്തിലല്ല, ഈ യാത്രക്കാർക്ക് മറിയുന്നതായിട്ടൊരു സങ്കല്പം കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഷിപ്പ് തകരുന്നതായിട്ടും അതിലുള്ള ആളുകളെല്ലാം പല ഭാഗത്തേക്ക് ചിതറിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പരസ്പരം കാണുന്നില്ല. അപ്പോൾ പിന്നെ അന്റോണി വിചാരിച്ചു അലൻസോ മരിച്ചിട്ടുണ്ടാകാം, അദ്ദേഹത്തിനെ കാണാനില്ലല്ലോ. ഗൊൺസാലോ എന്ന് പറയുന്ന കാര്യസ്ഥൻ വിചാരിച്ചു ബാക്കിയുള്ളവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ അലൻസോയുടെ മകനുണ്ട്, മകൻ്റെ പേര് ഫെർഡിനൻഡാണ്. ഫെർഡിനൻഡ് വിചാരിച്ചു എൻ്റെ അച്ഛനും അന്റോണിയോ അങ്കിളും ഗൊൺസാലോയും ബാക്കിയുള്ള പരിവാരങ്ങളെല്ലാം മരിച്ചുപോയി, ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അങ്ങനെ ഈ കപ്പലിലെ യാത്രക്കാരെ പല ഐലൻഡിൻ്റെ പല ഭാഗത്തേക്ക് ചിതറിപ്പോയതായിട്ട് ഈ മാജിക് പവർ കൊണ്ട് പ്രോസ്പെറോ സൃഷ്ടിക്കുകയും, പ്രോസ്പെറോ അദ്ദേഹത്തിൻ്റെ മാജിക് പവറിലൂടെ ഏരിയലിൻ്റെ സഹായത്തോടെ ഫെർഡിനൻഡ് എന്ന് പറയുന്ന അലൻസോ രാജാവിൻ്റെ മകനെ പ്രോസ്പെറോ താമസിക്കുന്ന വീട്ടിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതാണ് ഞാൻ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ആ കഥയാണ് പറയുന്നത്. ബൈ മീൻസ് ഓഫ് ഹിസ് മാജിക്കൽ സ്പെൽ എന്ന് വെച്ചാൽ മാന്ത്രിക ശക്തിയാണ്. ഹി കോസസ് എ സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു. അറ്റ് ദ സീ വിച്ച് റെക്സ് കിങ് അലൻസോസ് ഷിപ്പ്, റക്കിയ തകർക്കുക. അപ്പോൾ അതിലൂടെ തൻ്റെ മാന്ത്രിക ശക്തിയുടെ ഫലമായിട്ട് ഷിപ്പ് തകർത്തതായിട്ട് വരുത്തി തീർക്കുക. യഥാർത്ഥത്തിൽ തകർത്തില്ലൊന്നുമില്ല. ദ സ്പിരിറ്റ് ഏരിയൽ ആരുടെ സഹായിയ? പ്രോസ്പെറോയുടെ സഹായിയായ ഏരിയൽ എന്ത് ചെയ്തു? ബ്രിങ്സ് കിങ് അലൻസോ സൺ, എന്താ പേര്? ഫെർഡിനൻഡ്. ഞാൻ പറഞ്ഞു, അലൻസോ ആരാ? നേപ്പിൾസിലെ രാജാവാണ്. ഈ നേപ്പിൾസിലെ രാജാവും അന്റോണിയോ ആയിട്ടുള്ള ബന്ധം എന്താ? ഈ അന്റോണിയോ സഹോദരനായ പ്രോസ്പെറോയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനായിട്ട് സഹായം അഭ്യർത്ഥിച്ചു പോയത്, അന്റോണിയോ സഹായം അഭ്യർത്ഥിച്ചു പോകുന്നത് അലൻസോയാണ്. അലൻസോയുടെ സഹായത്തോടെയാണ് അന്റോണിയോ പ്രോസ്പെറോയെ നാടുകടത്തുന്നത്. അങ്ങനെയുള്ള അലൻസോയുടെ മകനാണ് ഫെർഡിനൻഡ്. ഫെർഡിനൻഡിനെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഫെർഡിനൻഡിനെ മാത്രം പ്രോസ്പെറോയുടെ സെല്ല്, അവർ വീടൊന്നും ഇല്ലല്ലോ, ഒരു തരം ഗുഹ പോലത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടേക്ക് കൊണ്ടുവരുന്നു. അത് പ്രത്യേക ഉദ്ദേശമൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്ന് പറയും. അവിടെ വച്ച് ഫെർഡിനൻഡ് ആൻഡ് മിറാൻഡ. ഫെർഡിനൻഡ് ആരാ? അലൻസോയിലെ രാജാവിൻ്റെ മകൻ. മിറാൻഡ നമുക്കറിയാം, പ്രോസ്പെറോയുടെ ഒരേ ഒരു മകൾ. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇതിനാണ് നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത്, ആദ്യ നോട്ട അനുരാഗം. ഇത് സംഭവിക്കാൻ വേണ്ടിയാണ് പ്രോസ്പെറോ കരുതിക്കൂട്ടി ഫെർഡിനൻഡിനെ തൻ്റെ സെല്ലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏരിയലിനോട് പറയുന്നു. കണ്ട മാത്രം ഇതന്നെ. അതുവരെ, അതായത് മിരാൻഡ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ അച്ഛനെ പോയിട്ട് വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആ ഐലൻഡിൽ വേറെ ആരുമില്ല. പിന്നെ ഒരു കാലിബൻ എന്ന് പറയുന്ന ഒരു വിചിത്ര ജീവി കൂടെ അവിടെ ഉണ്ട്. അവനെ നമ്മൾ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവൾ കണ്ടിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നവളുടെ അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർഡിനൻഡ് വളരെ സുന്ദരനാണ്, രാജാവിൻ്റെ മകനാണ്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവൾ വിചാരിച്ചുണ്ടല്ലോ ഫെർഡിനൻഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ദൈവപുത്രനോ ഗന്ധർവനോ അതുപോലെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ഇവർ കണ്ട മാത്രയിൽ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാകുകയാണ്.
അതാണ് ഫെർഡിനൻഡ് ആൻഡ് മിരാൻഡ ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലേറ്റർ പ്രോസ്പെറോ പുട്സ് അലൻസോ, ആന്റോണിയോ ആൻഡ് സെബാസ്റ്റ്യൻ ടു ഗ്രേറ്റ് സഫറിങ്. എന്തായാലും തന്നെ ഒരു കാലത്ത് കഷ്ടപ്പെടുത്തിയവരല്ലേ. നാട് കടത്തിയ സഹോദരൻ, അതിന് സഹായിച്ച അലൻസോ, അതുപോലെ തന്നെ ബാക്കിയുള്ള സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള കുറേ കള്ളന്മാർ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എങ്കിൽ തൻ്റെ പ്രതികാരം തീരില്ലല്ലോ. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഈ സ്ട്രേഞ്ചായ ഐലൻഡിൽ അവരെ പേടിപ്പിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് ആഹാരം കൊടുക്കാതെ കുറേ ദിവസം ഇട്ടിരിക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് സഫറിങ് അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തിലേക്ക് വേണ്ടി കൊടുത്തു എന്ന് ചോദിച്ചാണല്ലോ, ഈ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ വരുമ്പോഴേ ഒരു മനുഷ്യൻ അവൻ അതിന് മുന്നേ വരെ ചെയ്ത എല്ലാ കാര്യത്തിനെ കുറിച്ചും പശ്ചാത്തപിക്കുകയും ഒരു പുതിയ മനുഷ്യനാകാൻ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. കുറ്റങ്ങളൊക്കെ റെഡീം ചെയ്ത് ഒരു പുതിയ മനുഷ്യരാകാനുള്ള അവസരം പ്രോസ്പെറോ ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുറേയൊക്കെ കഷ്ടപ്പെടുത്തി അതിന് ശേഷം ഉണ്ടല്ലോ അവർക്ക് മാപ്പും കൊടുക്കുകയാണ്. ഹീ ഫോർഗീവ്സ് ദം. പ്രോസ്പെറോ ഉണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും മാപ്പ് നൽകുന്നു. വെൻ ഹീ ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ദേ ആർ റെഡീംഡ്. പൂർണ്ണമായിട്ടും പാപമുക്തി ഉണ്ടായി, അവർക്ക് കുറ്റബോധം തോന്നുന്നു. ആർക്കൊക്കെയാണ്? അലൻസോയ്ക്കും അന്റോണിയോയ്ക്കും സെബാസ്റ്റ്യനും അതുപോലെ വിഭാഗക്കാർക്കെല്ലാം അവർ പണ്ട് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവർ ചെയ്തതിന് പണിഷ്മെൻറ്റ് മേടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് പ്രോസ്പെറോ അവരോട് ക്ഷമിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തീമിലേക്ക് വരുന്നു. എന്തൊക്കെയാണ്? ഫോർഗീവ്നെസ് ആൻഡ് ഫ്രീഡമാണ്. ഫോർഗീവ് ചെയ്യുന്ന അവരോട്. പ്രോസ്പെറോയെ കഷ്ടപ്പെടുത്തിയ ഈ ആളുകളോടെല്ലാം പ്രോസ്പെറോ എന്ന് പറയുന്ന നായകൻ ക്ഷമിക്കുന്നു. എന്നിട്ട് അവരെ മുക്തമാക്കുകയും ചെയ്യുകയാണ്, ഫ്രീഡം കൊടുക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഈ നാടകത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആൻഡ് ഫ്രീഡം എന്ന് പറയാനുള്ള കാരണം. 4ാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോണ്ടല്ലോ പ്രോസ്പെറോയുടെ സ്വഭാവം പറയും. അതേ ഒരു സാധാരണ ശരാശരി മനുഷ്യനൊന്നുമല്ല, അതേ എക്സ്ട്രാ ഓർഡിനറി ക്യാപ്പബിലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അതാ പറയുന്നത്, ഹീ ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി മാൻ. അതാ പറയുന്നത്. എവരി ഇൻസിഡൻറ്റ് ഇൻ ദ പ്ലേ ഈസ് ഡിറക്റ്റഡ് ഓർ കൺട്രോൾഡ് ബൈ ഹിം. ഈ നാടകത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് പ്രോസ്പെറോ അറിയണം. ചില ആളുകൾ പറയുന്നുണ്ടല്ലേ, എൻ്റെ പ്രദേശത്ത് ഒരു ഇല അനങ്ങണമെങ്കിൽ എൻ്റെ സമ്മതം വേണമെന്ന്. അതുപോലെ ഈ നാടകത്തിനെ മുഴുവനായി നിയന്ത്രിക്കുന്നത് പ്രോസ്പെറോയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നായകനെ നമ്മൾ വിളിച്ചത്. ദ സ്പിരിറ്റ്സ് ഓഫ് ദ എയർ ആൻഡ് ദ എർത്ത് ആർ അണ്ടർ ഹിസ് കൺട്രോൾ. സ്പിരിറ്റ്സ് വരെ, അതായത് കാറ്റായാലും വെള്ളമായാലും എന്തായാലും, അത് ആകാശമായാലും ഭൂമിയായാലും ജലമായാലും എല്ലാം ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന്. നല്ല മാജിക്കൽ പവറുള്ള മനുഷ്യനാണ് പ്രോസ്പെറോ. അദ്ദേഹത്തിന് സ്വന്തമായി അപ്രത്യക്ഷമാകാൻ കഴിയും, കാറ്റ് സൃഷ്ടിക്കാൻ കഴിയും, തീ ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഒരുപാട് ശേഷി ഉണ്ടായിട്ടുണ്ട്. ഈ മാജിക്കാണ്. അടുത്ത ഹി ഇൻറ്റൻസ് ദാറ്റ്. ഇൻറ്റൻസ് ചെയ്യുക, ലക്ഷ്യമാക്കുക എന്നാണ്. ഫെർഡിനൻഡ് ആൻഡ് മിറാൻഡ ഷുഡ് ഫോൾ ഇൻ ലവ് വിത്ത് ഈച്ച്. നേരത്തെ പറഞ്ഞല്ലോ, ഇവർ തമ്മിൽ ഇഷ്ടപ്പെടണം, ഇവർ തമ്മിൽ വിവാഹം കഴിക്കണം, അങ്ങനെ പഴയ ശത്രുതയൊക്കെ മറന്ന് ഇനി എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളതാണ് പ്രോസ്പെറോയുടെ ആഗ്രഹം. ഹി ക്യാൻ ബിക്കം ഇൻവിസിബിൾ ആൻഡ് ഹി ക്യാൻ ലേൺ ഓഫ് തിങ്സ് ഹാപ്പനിങ് ഫാർ അവേ. അദ്ദേഹത്തിന് ഇൻവിസിബിൾ ആകാൻ കഴിയും. നിന്ന മാത്രയിലേ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇനി നടക്കാൻ പോകുന്ന കാര്യം, വരാൻ പോകുന്ന കാര്യം, അതുപോലെ തന്നെ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാന്ത്രിക ശക്തി കൂടെ പ്രോസ്പെറോയ്ക്കുണ്ട്. ഹി ക്യാൻ കോസ് ദ ഫെയറീസ് ടു പ്രസൻറ്റ് സ്പെക്ടാക്കുലർ ഷോസ്. ഫെയറീസ് എന്ന് വെച്ചാൽ ഭൂതപ്രേത പിശാചികൾ കേട്ടോ. ഭൂതപ്രേത പിശാചികളെ ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. ദ ബാങ്ക്വിറ്റ് എന്ന് വെച്ചാൽ സദ്യയാണ്. ആൻഡ് ദ മാസ്ക് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ഡ്രാമയാണ് കേട്ടോ. നേരം പോക്കിന് കളിക്കുന്ന ചെറിയ ചെറിയ നാടകങ്ങളെയാണ് മാസ്ക് എന്ന് പറയും. ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ ഉപയോഗിച്ച്, സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ ഉപയോഗിച്ച് ഷേക്സ്പിയർ നടത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സദ്യ ക്രിയേറ്റ് ചെയ്യുക, അത് മാന്ത്രിക വിദ്യ. സദ്യ ഉണ്ടാക്കുക, നാടകം അവതരിപ്പിക്കുക, അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാക്കുക, ഭൂകമ്പം ഉണ്ടാക്കുക, കൊടുങ്കാറ്റുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മാന്ത്രിക, വളരെ തികഞ്ഞൊരു മാന്ത്രികനാണ് പ്രോസ്പെറോ. അടുത്ത 5ാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, പ്രോസ്പെറോ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ടായ മാറ്റം നമ്മൾ ആദ്യം കണ്ടല്ലോ. ആദ്യം പറയുന്നത് എങ്ങനെയാണ്? വളരെ വീക്കായൊരു റൂളറായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ സഹോദരൻ പെട്ടെന്ന് ഇവനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ മനുഷ്യനെ പഠിക്കാനോ സഹോദരൻ്റെ സ്വഭാവം മനസ്സിലാക്കാനോ ഒരു നല്ല ഭരണാധികാരിയാകാനോ പോലും കഴിയാത്ത പുസ്തകപ്രേമിയായ, മാജിക്കും കളിച്ചു നടന്ന ഒരു മനുഷ്യനായിട്ടാണ്
പ്രോസ്പെറോയെ ആദ്യ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ വളരെ ഇരുത്തമെന്നൊരു മനുഷ്യനാണ്. മനുഷ്യൻ്റെ മനസ്സ് പഠിക്കാൻ കഴിയുന്ന ഒറ്റ സംസാരം കൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ സ്വഭാവം എന്താ, നല്ലവനാണോ മോശക്കാരനാണോ, അങ്ങനെ വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ക്യാരക്ടറായി മാറി. വീക്ക്നെസ് മാറിയിട്ട് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു കഥാപാത്രമായിട്ട് പ്രോസ്പെറോ മാറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അറ്റ് ഫസ്റ്റ് ഹി വാസ് എ പവർലെസ് ഡ്യൂക്ക്. ഞാൻ പറഞ്ഞല്ലോ, പവർ ഇല്ലാത്തൊരു ഡ്യൂക്കായിരുന്നു. ഈസിലി ഡിസീവ്ഡ് ബൈ ഹിസ് അംബീഷ്യസ് ബ്രദർ അന്റോണിയോ. അതുകൊണ്ടാണ് ദുരാഗ്രഹിയായ അന്റോണിയോ എന്ന് പറയുന്ന സഹോദരൻ എളുപ്പത്തിൽ ഇവനെ പറ്റിച്ചു പോയത്. ലേറ്റർ ഹി ലേൺസ് ഹൗ ടു റീഡ് ഹ്യൂമൻ മൈൻഡ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മനുഷ്യൻ്റെ മനസ്സ് പഠിക്കാൻ കഴിയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ മനുഷ്യൻ്റെ മനസ്സ് പഠിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിട്ട് അദ്ദേഹം ഉയരുകയുണ്ടായി. He has now gained the greater insight into the character of people and the nature of reality. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്ന, മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ പഠിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം വളർന്നു കയറിയിരിക്കുകയാണ്. Apart from his mature moral vision, Prospero has many personal weaknesses. ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൂടുതൽ മോശമായി പറയുക, അങ്ങനെയുള്ളവരാണ് ഗാലിബൻ. ഗാലിബൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു അടിമയാണ്. ആ ഗാലിബിനോടൊക്കെ വളരെ മോശമായ ഭാഷയിൽ പ്രോസ്പെറോ സംസാരിക്കാറുണ്ട്. അതിനും കാരണമുണ്ട്. അതായത് മിരാൻഡയെ അതായത് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി ഗാലിബൻ. അതിനുശേഷം ഗാലിബിനോട് വളരെ മോശമായിട്ടാണ് പ്രോസ്പെറോ സംസാരിക്കുന്നത്, വളരെ മ്ലേച്ഛമായ ഭാഷയിൽ. അപ്പം അങ്ങനെ സംസാരിക്കാനും പ്രോസ്പെറോയ്ക്ക് അറിയാം എന്ന് പറഞ്ഞു വരിക. ഹി സബ്ജക്ട്സ് കാലിബൻ ടു മീനിയൽ ലാബൽ. മീനിയൽ എന്ന് വെച്ചാൽ തറയായ ജോലി, വിറക് വെട്ടാൻ പോവുക, അതായത് കക്കൂസ് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അതാണ് മീനിലായ വർക്കെന്ന് പറയും. ഇങ്ങനെയുള്ള ജോലികൾ വരെ ഈ കാലിബൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട്, കാലിബനോട് വളരെ സ്നേഹമായിരുന്നു പ്രോസ്പെറോയ്ക്ക്. പ്രോസ്പെറോയും മിരാൻഡയും കാലിബനും ഏരിയയിലും അടങ്ങുന്നതാണ് പ്രോസ്പെറോയുടെ കുടുംബം. അതിൽ ഏരിയൽ എന്ന് പറയുന്നത് ഭൂതമാണ്. കാലിബൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സൈക്രോക്സ് എന്ന് പറയുന്ന ദുർമന്ത്രവാദിനിയുടെ മകനാണ്. അവളുടെ മരണശേഷം ഈ കാലിബനെയും സ്വന്തം മകനെ പോലെയാണ് പ്രോസ്പെറോ കണ്ടിരുന്നത്. പക്ഷെ കാലിബൻ്റെ ഈ മോശമായ സ്വഭാവമാണ് പ്രോസ്പെറോയ്ക്ക് ഇഷ്ടമാകാത്തത്. അതിനുശേഷമാണ് കാലിബനെ അകത്തി നിർത്തുകയും അവനോട് പരുഷമായ ഭാഷയിൽ മാത്രം എപ്പോഴും സംസാരിക്കുന്ന ആളായിട്ട് പ്രോസ്പെറോ മാറുന്നു. അപ്പോൾ പ്രോസ്പെറോയുടെ മോശമായ പെരുമാറ്റത്തിന് കാരണക്കാരൻ കാലിബൻ തന്നെയാണ്. He speaks to him in a language that is as abusive as Caliban's own. കാലിബൻ്റെ ഓൺ ലാംഗ്വേജ് ഉണ്ടല്ലോ, വളരെ മോശം. കാലിബൻ വളരെ മോശമായിട്ട് സംസാരിക്കും. അതേ ഭാഷയിൽ സംസാരിക്കാൻ പ്രോസ്പെറോ നിർബന്ധിതനാകുന്നു. കാരണം എന്താ? തൻ്റെ മകളോട് കാലിബൻ കാണിച്ച കാലിബൻ്റെ മോശമായ പ്രവൃത്തിയാണ് കാലിബനോട് ഇപ്രകാരം പ്രവർത്തിക്കാൻ പ്രോസ്പെറോയ്ക്ക് മനസാന്നിധ്യം നൽകിയത്. ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷനാണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നാടകം ഷേക്സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാടകമാണ്. ഇതിൽ പ്രോസ്പെറോ എന്ന് പറയുന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം അതായത് മകളെ ഫെർഡിനൻഡിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും എല്ലാവരും സന്തോഷത്തോടെ നാട്ടിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ പ്രോസ്പെറോ തൻ്റെ കയ്യിലെ മാന്ത്രിക വടിയുണ്ടല്ലോ, ആ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ഇതിനെക്കുറിച്ച് നിരൂപകന്മാർ പറയുന്നത് ആ വടി എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ പേനയാണ്. ഷേക്സ്പിയർ ഈ നാടകം എഴുതിയതിന് ശേഷം വേറെ ഒരു നാടകവും എഴുതിയിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന നാടകമാണ്. അദ്ദേഹത്തിൻ്റെ പേനയാണ് അദ്ദേഹം കടലിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നും ഒരു നിരൂപണം ഉണ്ട്. ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇത് പ്രോസ്പെറോ എന്ന് പറയുന്നത് ഷേക്സ്പിയർ തന്നെന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. നിരൂപകന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു, പ്രോസ്പെറോ എന്ന് പറയുന്ന കഥാപാത്രം അത് ഷേക്സ്പിയറിൻ്റെ ജീവിതം തന്നെയാണ് എന്നും പറയുന്നു. അതൊക്കെ ചേർത്തിട്ടാണ് ലാസ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ ഹോൾ, പ്രോസ്പെറോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഫിഗേഴ്സ് ഇൻ ഷേക്സ്പിയറിൻ പ്ലേസ്. ഷേക്സ്പിയറിൻ്റെ ഒരുപാട് നാടകത്തിലെ നായകന്മാരില്ലേ, ഒഥല്ലോ, മാക്ബത്ത്, കിങ് ലിയർ, ഇങ്ങനെ എത്രയോ നായകന്മാർ നമ്മൾ കണ്ടിരിക്കുന്നു ട്രാജഡീസിൽ. അതുപോലെയുള്ള ഒരു സമർത്ഥനായ വിശ്വവിഖ്യാതി നേടിയ ഒരു നായകനാണ് പ്രോസ്പെറോ. ഹിസ് സൂപ്പർ ഹ്യൂമൻ പവേഴ്സ്, ഹിസ് മേഴ്സി ആൻഡ് ജസ്റ്റിസ്. സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് മാജിക്കിലൂടെ കിട്ടിയതാണ്. വളരെ മേഴ്സിയുള്ള, ദീനാനുകമ്പയുള്ള, ന്യായബോധമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് മകളോട് വലിയ സ്നേഹമായിരുന്നു. ഇതൊക്കെ മനുഷ്യ സഹജമായ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. Some critics have been busy in trying to establish that
ചില നിരൂപകന്മാർ അവർ വളരെ തിടുക്കം കാണിക്കുന്നു. എന്ത് ചെയ്യാനാ, എന്തിനാണ് പറയുന്നത്? പ്രോസ്പെറോ ഈ ഷേക്സ്പിയർ. അവർ പറയുന്നത് എന്താ? പ്രോസ്പെറോ എന്നാൽ ഷേക്സ്പിയർ തന്നെ. പ്രോസ്പെറോ എന്ന കഥാപാത്രത്തിലുള്ള ഷേക്സ്പിയർ തൻ്റെ ജീവിതമാണ്, സ്വന്തം ജീവിതമാണ് കോറിയിട്ടിരിക്കുന്നു എന്നാണ് ചില നിരൂപകന്മാർ പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലോ ബട്ട് ദർ ഈസ് നോ എവിഡൻസ് ടു പ്രൂവ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പ്രോസ്പെറോയുടെ ക്യാരക്ടറെ നമ്മൾ കാണുന്നത്. ഇതാണ് ഈ എസ്സേ. ഇത് വളരെ പ്രധാനപ്പെട്ട എസ്സേ ആണ്. ഇത് പഠിക്കുക.